റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ജസ്റ്റിസ് പി സദാശിവം കേരള ഗവർണർ ആയപ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരുമ്പോഴുമുള്ള രാജ്ഭവന്റെ ചെലവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്ഭവനും ഗവർണറുമൊക്കെ എന്തിനാണ് എന്നൊരു ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. എത്രയാണ് ഈ ഗവർണർക്ക് വേണ്ടി, രാജ്ഭവന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നതെന്നറിയാമോ? അതിൽ കഴിഞ്ഞ തവണത്തെ ഗവർണറും ഇത്തവണത്തെ ഗവർണറും തമ്മിലുള്ള വ്യത്യാസം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കണം. സാമ്പത്തിക പ്രാരാബ്ധം കാരണം മറിയ ചേച്ചിമാർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ സർക്കാർ ബുദ്ധിമുട്ടുമ്പോഴാണ് രാജ്ഭവന്റെ ഈ ചെലവ് നമ്മൾ പുറത്തുവിടുന്നത്. മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവം ഗവർണറായിരിക്കെ 5 വർഷത്തിനിടെ ആകെ ചെലവഴിച്ചത് 31.5 കോടി രൂപയാണ്. അതായത് ശരാശരി ഒരു വർഷം 6 കോടി തൊട്ട് ഏകദേശം 6 കോടിയോളം രൂപ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കഴിഞ്ഞ 4 വർഷം കൊണ്ട് ചെലവഴിച്ചതാവട്ടെ 45 കോടി രൂപ. യാത്രാ ചെലവുകൾക്ക് പി സദാശിവം 1,10,00,000 രൂപ ചെലവഴിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റേത് 4 വർഷത്തിനിടയിൽ തന്നെ 1.5 കോടി രൂപ കവിഞ്ഞു. കണക്കുകളൊന്ന് കാണും. കേരള സർക്കാർ ധൂർത്താണെന്ന് ഇടയ്ക്കിടെ പറയാറുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് എത്രയായിരിക്കും രാജ്ഭവന്റെ ചെലവ് എന്നറിയാനാണ് വിവരാവകാശ നിയമപ്രകാരം രാജ്ഭവനിൽ അപേക്ഷ നൽകിയത്. നേരത്തെ ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവന്റെ കാലത്തെ കണക്കുകളും ചോദിച്ചു. സദാശിവം 5 വർഷം കൊണ്ട് ചെലവഴിച്ചതിൽ എത്രയോ കൂടുതലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ 4 വർഷം പൂർത്തിയാക്കുമ്പോൾ ചെലവഴിച്ചത് എന്നാണ് വിവരാവകാശ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ജസ്റ്റിസ് പി സദാശിവം ഗവർണറായ 2014 മുതൽ 19 വരെയുള്ള 5 വർഷം ആകെ രാജ്ഭവൻ ചെലവഴിച്ചത് 33,27,00,000 രൂപ. നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരവേ 2019 മുതൽ 2023 വരെയുള്ള 4 വർഷത്തിനിടെ 44,87,00,000 രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. സദാശിവത്തെ അപേക്ഷിച്ച് 11,60,00,000 രൂപയാണ് 4 വർഷത്തിനിടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് രാജ്ഭവൻ അധികമായി ചെലവഴിച്ചത്. ഇനി രണ്ടുപേരുടെയും കാലത്തെ യാത്രാ ചെലവ് നോക്കാം. പി സദാശിവന്റെ കാലത്ത് 1,40,00,000 രൂപയാണ് യാത്രാ ഇനത്തിൽ രാജ്ഭവന്റെ ആകെ ചെലവ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് 4 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ യാത്രാ ഇനത്തിൽ രാജ്ഭവൻ 1,60,00,000 രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 54 ലക്ഷം രൂപ 4 വർഷത്തിനിടെ തന്നെ കൂടി. ഗവർണർമാർ സഹായധനം അനുവദിച്ച വകയിൽ ചെലവഴിച്ചത് നോക്കാം. സദാശിവത്തിന്റെ കാലത്ത് ആകെ 19,53,000 രൂപയാണ് സഹായധനമായി കൊടുത്തത്. ആരിഫ് മുഹമ്മദ് ഖാൻ 4 വർഷത്തിനിടെ തന്നെ 71,99,000 രൂപ കൊടുത്തു കഴിഞ്ഞു. സദാശിവത്തെ അപേക്ഷിച്ച് 50 ലക്ഷത്തിലധികം രൂപ കൂടുതൽ. രാജ്ഭവനിൽ ചെലവഴിക്കുന്ന പണം കുറെ കൂടി പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ആ തുക കൂടി കേരളത്തിൻ്റെ വികസനത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ധൂർത്തെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രൂക്ഷമായി വിമർശിക്കുമ്പോഴാണ് രാജ്ഭവനിലെ വൻ ചെലവ് പുറത്തു വരുന്നത്. ഒരു ഗവർണർ മാറി മറ്റൊരു ഗവർണർ വരുമ്പോൾ എങ്ങനെയാണ് രാജ്ഭവന്റെ ചെലവ് ഇത്രയേറെ കൂടുന്നത്? യാത്രാ ചെലവിൽ മാത്രം 4 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ജസ്റ്റിസ് പി സദാശിവം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ യാത്രാ ചെലവ് കൂടിയത് എന്തുകൊണ്ടാണെന്ന് പ്രേക്ഷകർക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഈ രാജ്ഭവൻ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് രാജ്ഭവനുകളിൽ ഗവർണർമാരെ നിലനിർത്തുന്നത് കൊണ്ട് ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനും എന്താണ് ഗുണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പോലും നിയമസഭയെ അവഹേളിച്ച് ഈ ഗവർണർ പിടിച്ചുവെക്കുന്നു എന്നതാണ് സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണം. അങ്ങനെ നിയമസഭാ പ്രവർത്തനങ്ങളിൽ നിയമസഭയുടെ നിയമനിർമ്മാണത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ചെലവ് കൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന്, കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം എന്നതും പ്രസക്തമായ ചോദ്യമാണ്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. TV പ്രസാദ്,
നേരത്തെയുള്ള ഗവർണറുടെ കാലഘട്ടത്തെയും ഇപ്പോഴത്തുള്ള ഗവർണറുടെ കാലഘട്ടത്തിലെയും ചെലവുകളെ താരതമ്യം ചെയ്താൽ ഏകദേശം 40% വർധനവ് ചെലവിൽ മാത്രമായിട്ടുണ്ടാവുന്നതായിട്ട് കാണാം. 44 കോടി രൂപയാണ് 4 വർഷം കഴിയുമ്പോഴേക്കും ഗവർണർക്ക്, ഇപ്പോഴുള്ള ഗവർണർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിരിക്കുന്നത്. ധൂർത്തെന്നാണ് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഗവർണർ പറയുന്നത്. അപ്പോൾ ഈ ഗവർണറെ കുറിച്ച് ഇനി എന്തു പറയണം എന്നൊരു ചോദ്യവും ഇല്ലേ? അത് തന്നെയാണ് അരുൺ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുറുന്തോട്ടിക്കും വാദം എന്ന മറുപടിയാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. അതായത് എല്ലാ സമയത്തും ഈ അധികം പേഴ്സണൽ സ്റ്റാഫുമാരെ ഉൾപ്പെടുത്തിയതും സർക്കാരിന്റെ അമിത ചെലവും ധൂർത്തും അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കേണ്ട എന്നല്ല, തുടർച്ചയായി സംസാരിക്കുക തന്നെ വേണം. പക്ഷേ അതേ സമയത്ത് തന്റെ ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗവർണർ മാറി മറ്റൊരു ഗവർണർ വരുന്ന സമയത്ത് ഏതാണ്ട് 40% വർധനയാണ് ഓരോ ചെലവിലും ഉണ്ടാകുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം. ഇതിന്റെ വിവരാവകാശ അപേക്ഷ കൊടുത്ത് അതിന് മറുപടി കിട്ടിയപ്പോഴും പ്രശ്നമുണ്ടായിരുന്നു അരുൺ. അതായത് ഈ കൃത്യമായ കണക്ക് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. നമ്മൾ വളരെ വ്യക്തമായി ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് സദാശിവത്തിന്റെ കാലത്ത് രാജ്ഭവന്റെ ആകെ ചെലവ് എത്രയായിരുന്നു? പക്ഷേ അങ്ങനെ ഒരു ആകെ ചെലവ് നമുക്ക് തന്നിട്ടേയില്ല. ഓരോ കോളങ്ങളും കൂട്ടിയിട്ടെടുത്ത കണക്കാണിത്. അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കണക്കെടുത്തു, അതുപോലെ അവരുടെ യാത്രാ ചെലവെടുത്തു, അവരുടെ സഹായധനം കൊടുത്തതെടുത്തു. ഇങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ടാണ് ചോദ്യമെങ്കിൽ കൂടിയും സർക്കാർ ആകെ അനുവദിച്ച തുകയും ആകെ ചെലവഴിച്ച തുകയും അങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു തന്നത്. ഒടുവിൽ കുത്തിയിരുന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. അരുൺ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഏതാണ്ട് 40% വർധനയാണ്. അരുൺ 1-2 രൂപയോ എന്നല്ല, കോടികൾ കൊണ്ടാണ് രാജ്ഭവൻ കളിക്കുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ ഒക്കെ പ്രശ്നം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിലേക്ക് വന്നാൽ സദാശിവം ഇവിടെ ഗവർണറായിരിക്കെ 5 വർഷം പൂർത്തിയായി പോയതിനു ശേഷമുള്ള കണക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് 33.27 കോടി രൂപയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ 4 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. അതായത് 2023 വരെയുള്ള കണക്കേ ഉള്ളൂ. ആ 4 വർഷം പൂർത്തിയായില്ല ശരിക്കും. ആ ഒരു കണക്ക് വരുമ്പോൾ തന്നെ 44,87,00,000 ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് രാജ്ഭവനിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതായത് 11 കോടിയിലധികം രൂപയുടെ വ്യത്യാസം 4 വർഷം പൂർത്തിയാക്കുമ്പോൾ തന്നെ ഉണ്ടായി എന്നുള്ളത്. ഇതിലേറെ ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകർ മിക്കവാറും ആ ഗവർണറുടെ ബൈറ്റ് എടുക്കുന്നത് എയർപോർട്ടുകളിൽ നിന്നാണ്. അതിന്റെ അർത്ഥം പല തവണ ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അത് ഈ ചെലവിലും കാണാനുണ്ടായിരുന്നു. അതായത് സദാശിവം അദ്ദേഹത്തിന്റെ കാലത്ത് ആകെ രാജ്ഭവന് വേണ്ടി ചെലവഴിച്ചത് 1,04,00,000 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ 1,60,00,000 രൂപ പിന്നിട്ടു. അതായത് ഏതാണ്ട് 56,00,000 രൂപ ഈ 4 വർഷത്തിനിടെ അധികമായി ചെലവഴിച്ചു എന്നുള്ളിടത്താണ്. അതല്ല, അധികമായി ചെലവഴിച്ചു. അതുപോലെ ഈ സഹായം വിതരണം ചെയ്യുന്നതിൽ അത് ഡിസ്ക്രിറ്ററി പവറാണ് ഗവർണറുടെ, ഒരു തർക്കവുമില്ല. സർക്കാർ അതിനു വേണ്ടി പണം കൊടുക്കും, ഭരണഘടനാ സ്ഥാപനമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ആർക്കാണ് ഈ പണം കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അതിന്റെ വിവരാവകാശം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വെക്കുന്നുണ്ട്. അത് ടി വി പ്രസാദ്, ഇപ്പോഴത്തെ ഗവർണറുടെ യാത്രാ ചെലവിനത്തിൽ മാത്രം എത്ര ലക്ഷമാണ് ചെലവായത് 4 വർഷം കൊണ്ട്? 1,60,00,000 രൂപയാണ് ആകെ ചെലവഴിച്ചത്. സദാശിവത്തിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 1,04,00,000 രൂപ. അതായത് ഏതാണ്ട് 56,00,000 രൂപയുടെ വ്യത്യാസമാണ് 4 വർഷത്തിനിടെ മാത്രം ഉണ്ടായത്. അതായത് കേരളത്തിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ഡൽഹിയിലേക്ക് പോകണം. ചട്ടമനുസരിച്ച് കേരളത്തിൽ ഏറിയ പങ്കും ഏത് സംസ്ഥാനത്തിലാണോ ഉള്ളത് ആ സംസ്ഥാനത്തിൽ തന്നെ ഇരിക്കണം. ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റൊരു സംസ്ഥാനത്തിന്റെയും ചുമതലയുണ്ടായിരുന്നില്ല. അപ്പോൾ കേരള സംസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്നതിന് കൂടി വന്നാൽ അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ പോകുന്നതിന് ചിലവാകുമായിരുന്ന തുകയാണ്. പക്ഷേ ഇപ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ പി സദാശിവത്തെക്കാൾ 56 ലക്ഷം രൂപ കൂടുതലാണ് 4 വർഷം കൊണ്ട് ഈ ഇപ്പോഴത്തെ ഗവർണർ യാത്ര ചെയ്ത് തീർത്തത് തന്നെ. നമ്മൾ തൊട്ടു മുമ്പ് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ വാർത്ത എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ പുതൂരിൽ ഒരു ചെറുപ്പക്കാരന് ഹൃദയസ്തംഭനം ഉണ്ടായതിനു ശേഷം 2 കിലോമീറ്റർ ദൂരം കമ്പിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അട്ടപ്പാടിയിലെ ആദിവാസി യുവാക്കൾക്ക് സഞ്ചരിക്കാൻ വഴിയില്ലാതെ, അതിന് പണമില്ലാതെ വലയുമ്പോഴാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന ഗവർണറുടെ യാത്രയ്ക്ക് വേണ്ടി ഈ പണം മുടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിനെ നമ്മൾ
ഏത് വിധത്തിലാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ TV പ്രസാദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2 ഗവർണർമാരുടെയും കാലയളവുകളെ താരതമ്യം ചെയ്താൽ 40%-ലധികം ചെലവ് വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഗവർണറുടെ കാലയളവിൽ, അതും 4 വർഷം കൊണ്ട് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. 40%-ന്റെ അധികം വർധനമെന്ന് പറഞ്ഞാൽ അത് ചെറിയ വർധനവല്ല. അപ്പോൾ ഗവർണറും കൂടി ഒന്ന് ആലോചിക്കണം, ഈ ചെലവും റവന്യൂവിൻ്റെ ചെലവൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. TV പ്രസാദാണ് ഈ വിവരാവകാശം വെച്ച് ഈ കണക്കുകൾ എടുത്തിരിക്കുന്നത്. ഓരോ കള്ളിയിലും നോക്കുമ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെലവ് കൂടുതലാണ്.